വാ 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 വാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഹർത്താൽ ദിവസമാണ് കേട്ടോ. ഒരുപാട് നാളുകൾ കൊണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴായി തോന്നിയ ഒരു ചെറിയ ആഗ്രഹം, ഏറ്റവും ചെറിയ ആഗ്രഹം, ഒരു കാശ് മുടക്കവും ഇല്ലാതെ, ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആഗ്രഹമായിരുന്നു. അത് പക്ഷെ സാധിക്കാൻ ഒരു ഹർത്താൽ ദിനം വേണ്ടി വന്നു 8 വർഷങ്ങൾക്കപ്പുറം. എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് അല്ലേ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാളിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു, നമ്മുടെ വീടിന് താഴെ വശത്തായിട്ട് കുറച്ചൊരു, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു തോടുണ്ട്. തോട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അവിടെ പോയി ഇരിക്കുക, ആ വെള്ളത്തിൽ ഇറങ്ങുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞിലെ അതിൽ കളിച്ച കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ടെങ്കിലും അവിടെ നിന്ന് വെള്ളത്തിൽ കളിപ്പിക്കാനായിട്ടൊക്കെ പോകണമെന്ന്. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ടുള്ള എൻ്റെ ആഗ്രഹം ഇതുവരെ നടന്നില്ല. പക്ഷെ ആ ആഗ്രഹം നടക്കാൻ വേണ്ടി ഒരു ഹർത്താൽ ദിനം വേണ്ടി വന്നു. നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് രാവിലെ എല്ലാവരും ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു, പിന്നെ ഒരു സൺഡേ കിട്ടുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാവകാശവും സമയമൊന്നും കിട്ടത്തില്ല. അങ്ങനെയാണ് പെട്ടെന്ന് വൈകുന്നേരം ഹർത്താൽ ദിവസം എനിക്ക് തോന്നി, എന്നാൽ പിന്നെ നമുക്ക് ഇതുവരെ നടക്കാത്തതിൻ്റെ ആ ഒരു ചെറിയ ആഗ്രഹത്തിലേക്ക് ഒരു ചുവടുവെപ്പായാലോ എന്ന്. അങ്ങനെയാണ് വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ കുഞ്ഞിയും ജോഷുമോനെയും കൂടെ കൂട്ടി, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ കുഞ്ഞിലേ കളിച്ച ആ ഒരു തോട്ടിൽ, കുത്തിമറിഞ്ഞ് കളിച്ച ആ ഒരു തോട്ടിലേക്ക് നമ്മളിന്നൊരു യാത്ര പോവാം കേട്ടോ. അപ്പം വണ്ടിയിൽ കയറിയപ്പോൾ ഹെൽമെറ്റ് ഒന്നും എടുത്തില്ല, പെട്ടെന്നുള്ളൊരു തിരക്കിൽ ഓടിപ്പോയതാ. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നം വീഡിയോ കണ്ടപ്പോഴാണ് അയ്യോ ഹെൽമെറ്റ് വെച്ചില്ലല്ലോ എന്നുള്ള കാര്യം വരെ ആലോചിച്ച്. അത്രയ്ക്ക് തിരക്കുള്ള, ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്നുള്ളൊരു കാര്യമായതുകൊണ്ട്, തീരുമാനമായതുകൊണ്ടും ഒന്നും പ്രിപ്പയർഡ് ആയിട്ടൊന്നും വന്നതൊന്നുമല്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിടുന്ന അതേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേ. കുഞ്ഞു പെണ്ണാണെങ്കിൽ ചെരുപ്പ് പോലും ഇടിയിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരുപാട് വർഷത്തെ ചെറിയൊരു ആഗ്രഹം ദേ സഫലീകരിച്ചു. കുഞ്ഞുങ്ങളെയും കൊണ്ടെങ്കിലും, എനിക്ക് തന്നെ വരാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞുങ്ങളെയും കൊണ്ടെങ്കിലും ഈ തോട്ടിലിറങ്ങി വന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് കളിക്കണം എന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത്. തോട് കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും പിന്നെ കുഞ്ഞിപ്പെണ്ണില്ലായിരുന്നു കേട്ടോ. അവളെ ആ കല്ലിലോട്ട് ഇരുത്തിയപ്പോഴത്തേക്ക് പിന്നെ ആകെ കരച്ചിലും ബഹളമായി. പക്ഷേ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ ഭാവമൊക്കെ മാറി, ആളങ്ങ് ഉഷാറായി. കുറേ നാൾ മുമ്പ് ഞാൻ ബീച്ചിൽ പോയത് കാര്യം ഇപ്പോൾ ഓർക്കുന്നത് കേട്ടോ. ഒരു വട്ടേ അവളെയും കൊണ്ട് 2 വട്ടം ബീച്ചിൽ പോയിട്ടുണ്ട്. ഒന്ന് അവൾക്കൊരു 5 മാസമൊക്കെ ആയപ്പോഴാണ്. പക്ഷെ അതൊന്നും അവൾക്ക് അറിയത്തില്ലല്ലോ. കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടെ ബീച്ചിൽ പോയി. അവളാണെങ്കിൽ അത് ഒരുപാട് പേരോട് പറഞ്ഞു. ഞാൻ പപ്പയുടെയും അമ്മയുടെയും ജോഷുയുടെയും കൈ പിടിച്ച് ബീച്ചിലൂടെ നടന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം കുഞ്ഞുങ്ങളെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നു എന്നുള്ള കാര്യം. ഈ തോട്ടിൽ വന്ന് കളിക്കുന്നത് ശരിക്കും അവരുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റുന്ന, അവരുടെ ഈ ചെറിയ പ്രായത്തിൽ വെള്ളത്തിലും തോട്ടിലും നമ്മളൊക്കെ ചാടി മറിഞ്ഞ് കളിച്ചതുപോലെ കളിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് കൊടുത്തൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നമുക്ക് ഇനിയും പോകണം, നമുക്കിനി സൺഡേ പോകണം, നമുക്കിനി സ്കൂളിൽ നിന്ന് വരുമ്പം പോകണം. അങ്ങനെ 2 പേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് കാശുകൾ മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷമൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ വീടിനടുത്തുള്ള ഇങ്ങനെയുള്ള ചെറിയ തോടുകളിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷം അവർക്ക് എന്നും അവരുടെ മെമ്മറി കാണും. അതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. കുളിക്കാം. എന്ത് സാധനം?
അത് മനസ്സിലായി. വാ 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 വാ. ഞാൻ കല്ലെടുത്തെറിയല്ലേ അമ്മേ? കല്ലെടുത്തെറിയുക. അങ്ങനെ കുറേ നേരത്തെ കളികൾക്കും ചിരികൾക്കും ഒടുവിൽ ഞങ്ങൾ തോട്ടിൽ നിന്നൊക്കെ കയറി ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇനി പോയിട്ട് വേണം റെഡിയായിട്ട് ചർച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടുപേരെയും ആ നനഞ്ഞ പരുവത്തിൽ തന്നെ രണ്ടുപേരും തല മാത്രം ഒന്ന് തോർത്തി കൊടുത്ത് അതേ നനവോട് തന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ പെട്ടെന്ന് എത്തും. വണ്ടിയിലായതുകൊണ്ട് 1 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ജീവിതത്തിലെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് നടന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ അവർക്ക് എന്നും പുറത്ത് കൊണ്ടുപോകാനും എന്നും പുതിയ പുതിയ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാനും എന്നും ഓരോ സ്ഥലത്ത് പോകാനൊന്നും പറ്റിയില്ലെങ്കിലും അവരുടെ മുഖത്ത് ഈ കളിയും ചിരിയും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാനും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ നല്ല 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 ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഹർത്താൽ ദിനമായി മാറി.